ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനകളിൽ മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് സമയം ഉപയോഗിക്കാം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ കൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് അവസാനിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നതിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനം ആയി തീരുവാൻ നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവരോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു.
ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കാളികളാകാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളിതിനെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷം ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവദിന ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 95-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായ സമയം ഉപയോഗിക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ, വരുവീൻ നാം യഹോവയ്ക്കുല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവന് തന്നെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം ഓന്മയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ പാഠഭാഗം ഈ സമയത്ത് നമുക്ക് വായിക്കാം. 1-ാം പാഠം. നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം സമയം വാക്യപ്രതിവാക്യമായി വായിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠം. രണ്ടാം പാഠം തുടങ്ങാം. ഒന്നാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 13 വരെ. 1 തിമോഥെയോസ് 3-ന്റെ 1 മുതൽ 13 വരെ. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുമെന്നുള്ള വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപരാധിയായ ഏകസാരിക കർത്താവും നിർമ്മലനും ജ്യേഷ്ഠനും സുശീലനും ബുദ്ധിപ്രിയനും ഉപദേശിക്കാൻ സമർത്ഥനുമായിരിക്കണം. അധ്യക്ഷനെ തല്ലുകാരനുമരുത്, ശാന്തനും കലഹിക്കാത്തവനും വിവേകമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവത്തെ എങ്ങനെ പരിപാലിക്കും? വിവേചിച്ച് വിശാലിന്റെ മധ്യ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ വിവേചിച്ചിരുന്നത്. വിജയിൽ വിശാലിന്റെ കെണിയിൽ കുടുങ്ങാതിരിക്കാൻ പുറമെയുള്ളവരുടെ പ്രതിസാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. അവൻ എസ്തേക്കാൾ ബ്രഹ്മചാരികളായിരിക്കണം. ഇരുവിഭാഗക്കാരും വിജയന്മാരും ഉദ്ധാരമരുത്. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനുചിതനായി കണ്ടാൽ അവരെ വിശ്വസിച്ചെടുക്കട്ടെ. അവരുടെ സ്ത്രീകളും ധനശാലികളായ ഏഷണിമറിയാത്ത ദുർമതന്മാരും എല്ലാറ്റിനും വിശ്വസ്തമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏകസാരിയുള്ള ഭർത്താക്കന്മാരും മക്കളെ സ്വന്തം കുടുംബങ്ങളെ നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ പാവത്തിൽ മറ്റൊന്നിലേലും വിശേഷിച്ചുള്ള വിശ്വാസത്തോടെ വളരെ പ്രാതിനിധ്യം സമ്പാദിക്കുന്നു. ഇവരുടെ രണ്ടാം പാഠം സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം മുതൽ 19-ാം വാക്യം എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനങ്ങളെ ശ്രദ്ധിപ്പിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് അവൻ അവരോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് അവൻ അവരോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നുവെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയിക്കുക. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. കർത്താവായ യേശുവിന്റെ സുവിശേഷം. ആരാധനാക്രമത്തിലെ സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ഈ സമയം ഉപയോഗിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു, ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദേവതന്മാരും പരമണ്ഡലങ്ങളും അവയുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു.
ആകാശവും ഭൂമിയും നിന്റെ പ്രവാഹമോഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാസമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തെല്ലാവരുമുള്ള വിശ്വസഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഭരമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ ആർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ചതിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. കർത്താവിന്റെ നാമത്തിലും സ്തുതിക്കുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 210 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 210. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസവും വലിയവനായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകി. നാം നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ദൈവസന്നിധിയിലായിരിക്കുവാനും പാട്ടുകൾ പാടുവാനും ദൈവ വചനത്തിന് മറവിലായിരിക്കുവാനും ദൈവം കൃപ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യും. ഇന്ന് പട്ടത്ത ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാകുന്നല്ലോ. രൂപാന്തരപ്പെടുത്തുവാനായി രൂപാന്തരപ്പെട്ടവർ എന്നുള്ള ചിന്താവിഷയത്തെ ആസ്പദമാക്കി ദൈവ വചനത്തിൽ നിന്ന് നാം ഇന്ന് ചിന്തിക്കുക. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം ഇതിൻ്റെ ആദ്യ 12 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ദൈവം മോശയെ വിളിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവവും മോശയും തമ്മിൽ ഇടപെടുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവം മോശയെ വിളിച്ച് വേർതിരിച്ച് ശുശ്രൂഷയ്ക്ക് ആക്കിയതുപോലെ
നമ്മെ ഓരോരുത്തരെയും ഈ വലിയ ദൗത്യത്തിനായി വിളിച്ച് വേർതിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിളിച്ച് വേർതിരിക്കുക മാത്രമല്ല, ഈ ശുശ്രൂഷയ്ക്കായി നമ്മെ ദൈവം സജ്ജീകരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എഫേസ്യർ 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് അവ ദൈവം മുൻ ഒരുക്കിയിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുക. വളരെ ചുരുക്കമായി ഈ ഭാഗത്ത് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കുന്നത്, ദൈവം മോശയെ പേര് ചൊല്ലി വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 4-ാം വാക്യത്തിൽ നോക്കേണ്ടത്, അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം ഉൾപ്പടർത്തി നടത്തുന്നുണ്ട്, മോശെ മോശെ എന്ന് വിളിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 40 വർഷമായി മോശ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. തൻ്റെ അമ്മായിയപ്പനായ യിത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആടുകളുമായി കടന്നു പോകുമ്പോൾ താൻ സ്ഥിരം യാത്ര ചെയ്യുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന പാതയിലൂടെ പോകുമ്പോൾ കത്തുന്ന ഒരു മുൾപ്പടർപ്പ് മോശയ്ക്ക് പുതിയതായ ഒരു കാഴ്ചയായിരുന്നില്ല. ദിവസവും പോകുമ്പോൾ ഈ ഒരു കാഴ്ച താൻ കണ്ടുകൊണ്ട് ഇരുന്നതായിരുന്നു. എന്നാൽ ഈ മുൾപ്പടർപ്പിനെ വ്യത്യസ്തമാക്കിയത് എന്താകുന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും അത് നശിച്ചു പോകുന്നില്ല. 2-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നു, മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതുമായി കണ്ടു. ഇവിടെ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ദൈവം മോശയോട് സംസാരിക്കുക. ആ പ്രദേശത്ത് സിലിക്കാ കല്ലുകൾ വളരെയധികം ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ സൂര്യരശ്മികൾ ഈ കല്ലിന്മേൽ അടിക്കുകയും അത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ ചെടിയുടെ ചെറിയ തളർത്തു വരുന്ന ഇലകളിന്മേൽ പതിക്കുകയും അത് തീപിടിക്കുകയും ചെയ്യുന്ന ഒരു വെന്തു പോവുകയും ചെയ്യുന്ന ഒരു പതിവ് കാഴ്ച അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മോശയുടെ ശ്രദ്ധ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ കത്തുന്ന ഉൾപ്പടർപ്പിലേക്ക് ആകർഷിക്കപ്പെട്ടതിന് കാരണം ഉൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും അത് വെന്തു പോകാതെ ഇരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ മോശ തൻ്റെ സ്ഥിരം ഒരു റൊട്ടീനിൽ സെറ്റിലായിട്ട് ജീവിക്കുകയാണ്. ദിവസവും ആടുകളെ മേയ്ക്കുവാനായിട്ട് കടന്നു പോകുന്നു. തൻ്റെ ജീവിത പ്രകാരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കംഫർട്ടബിൾ റൊട്ടീനിൽ ആയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മോശ ഒരിക്കലും ദൈവം തന്നോട് സംസാരിക്കുന്നതായി പ്രതീക്ഷിക്കുകയോ അല്ല ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കാരണം 400 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം അവിടെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവിടെ അങ്ങനെ സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ മോശയുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ദൈവത്തിന് സംസാരിക്കേണ്ടതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ മോശയോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ റൊട്ടീൻസ് വി ആർ സെറ്റിൽഡ് ഓൺ ടു ഇറ്റ്. അവിടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടോ, ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. വി ഓഫൻ മിസ് ദ ബ്ലെസ്സിങ്സ് ഫ്രം ദി ബേണിംഗ് ബുഷ്. അതിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. ജീവിത തിരക്കുകൾക്ക് മധ്യത്തിൽ നാം മുൻപിലോട്ട് വളരെ വേഗത്തിൽ കടന്നു പോകുമ്പോൾ ഈ കത്തുന്ന ഉൾപ്പടപ്പിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വലിയ സന്ദേശം ഞാനും നിങ്ങളും പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ്. ഇവിടെ ദൈവം പേര് ചൊല്ലി മോശയെ വിളിക്കുക. വ്യത്യസ്തമായ രീതിയിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ദൈവം മോശയോട് ഇടപെടുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ, വലിയ ശുശ്രൂഷയ്ക്കായി നമ്മെ വിളിക്കുമ്പോൾ ദൈവം നമ്മെ എന്നും പേർ ചൊല്ലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നത് കേൾക്കുവാനുള്ള ഒരു സാവകാശം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നാം സ്ഥിരം ആയിരിക്കുന്ന കംഫർട്ടബിൾ ആ റൊട്ടീനിലായിരിക്കുമ്പോൾ കർത്താവിനോട് ചെവി കോർക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒന്നാമത് ദൈവം മോശയെ പേര് ചൊല്ലി വിളിക്കുന്നു. രണ്ടാമതായിട്ട് ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാനായിട്ടുള്ള വിളിയാണ്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ദൈവം കുറേ പേഴ്സണലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ വേദന കണ്ടു, അവരുടെ പ്രയാസം ഞാൻ കണ്ടു, ഞാൻ കടന്നു വരുന്നു എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. ഐ ആം അവെയർ, ഐ ഹാവ് കം ഡൗൺ. അല്ലേ, ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വർഷങ്ങൾക്ക് മുൻപേ
ദൈവം അബ്രഹാമിനോട് പറഞ്ഞു തരുന്നതായി കാണാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-14 വാക്യം വായിക്കുമ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ ഇത് സംഭവിക്കുമെന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പദ്ധതി എന്ന് പറയുന്നത് പുതിയൊരു പദ്ധതിയല്ല. ദൈവത്തെ സംബന്ധിച്ച് ദൈവം വർഷങ്ങൾക്ക് മുൻപേ ഉദ്ദേശിച്ചിരുന്ന ഒരു പദ്ധതിയായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ മോശയെ ഇവിടെ ഉപയോഗിക്കുകയാണ്. വിമോചകനായല്ല, വിമോചകന്റെ ഒരു പ്രവർത്തകനായിട്ട് ദൈവം മോശയെ ഇവിടെ ഉപയോഗിക്കുകയാണ്. അവിടെ ഈ മോശയെ ദൈവം വിളിക്കുന്നതിന് ഹെൻറി ബ്ലാക്കബി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു തിയോളജിയൻ പറഞ്ഞിരിക്കുന്ന ഗോഡ് ഈസ് കോളിംഗ് മോസസ് ഫോർ എ ഗോഡ് സൈസ്ഡ് ടാസ്ക് എന്നുള്ളതാണ്. വളരെ വലിയൊരു ഉത്തരവാദിത്വത്തിനായിട്ടാണ് ദൈവം മോശയെ വിളിച്ച് ആക്കുന്നത്. കാരണം ആ ഉത്തരവാദിത്വം നിറവേറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരിക്കലും സാധ്യമായി തീരുകയില്ല. മോശയ്ക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും സാധ്യമായി തീരാത്ത വലിയൊരു ഉത്തരവാദിത്വം ദൈവം എന്നെയും നിങ്ങളെയും വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ രൂപാന്തരപ്പെട്ടവരാണ്. നമ്മളൊക്കെ രൂപാന്തരപ്പെട്ടത് മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് വേണ്ടി ആകുന്നു എന്ന് പലപ്പോഴും നമ്മൾ വിസ്മരിക്കപ്പെടുകയാണ്. ഇവിടെ ദൈവം മോശയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്വം നൽകിയപ്പോൾ മോശയോട് പറയുന്നുണ്ട്, ഞാൻ കൂടെയുണ്ട്, അല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും വിശ്വാസത്തിൽ ഒരു പടിയൂടെ കയറുവാനായിട്ട് ദൈവം മോശയെ ഓർപ്പിക്കുകയാണ്. മോശയെ അതിനായിട്ട് ദൈവം ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാം. മൂന്നാമതായിട്ട് അതാണ് മോസസ് സ്റ്റെപ്സ് ഔട്ട് ഓൺ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഒരു പടിയൂടെ കയറുവാൻ മോശയ്ക്ക് സാധിക്കുകയാണ്. 11-ാം വാക്യത്തിൽ മോശയോട് ദൈവം പറയുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നുണ്ട്, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ. പലപ്പോഴും നമ്മളും ഇപ്രകാരം തന്നെയാണ് ദൈവം സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവമേ എനിക്ക് ഇതിനുള്ള കഴിവോ അല്ലെങ്കിൽ ഇതിനുള്ള പ്രാപ്തിയോ എനിക്കില്ല, വേറെ ഒത്തിരി പേരുണ്ട്, അവരെ ഇത് ഏൽപ്പിക്കണമേ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. എന്നാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഏറ്റവും അർത്ഥവത്തായ ഒരു വാക്യമാണ് 12-ാം വാക്യം. അവിടെ പറയുന്നുണ്ട്, അതിനവൻ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, സർട്ടൻലി ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് ദൈവം മോശയോട് പറയുക. നമ്മളെ സംബന്ധിച്ചും എന്നെ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷയ്ക്കായി നമ്മെ വിളിച്ച് വേർതിരിച്ചാക്കിയിരിക്കുമ്പോൾ തീർച്ചയായും ഈ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകുവാനായിട്ട് പാടില്ല. അവിടെ നമ്മെ ശക്തീകരിക്കുന്ന ദൈവ സാന്നിധ്യവും പരിശുദ്ധാത്മ സാന്നിധ്യവും നമ്മെ എപ്പോഴും ആവേശത്തോട് മുമ്പോട്ട് നയിക്കും എന്നുള്ളത് ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലാക്കിയിരിക്കുന്നത് ഈ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട്. ഇവിടെ ദൈവത്തിൻ്റെ വിളി നമ്മൾ തള്ളിക്കളയുവാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ വിളി നാം കേൾക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. ദൈവത്തിൻ്റെ വിളി കേൾക്കുവാനും വിശ്വാസത്തിൽ ഒരു പടിയൂടെ കയറുവാനും നമുക്ക് സാധ്യമായി തീരണം. അവിടെ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ദൈവത്തിൻ്റെ വിളി കേട്ട് സംശയത്തോടുകൂടെ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചിന്തയോടുകൂടെ നാം ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഓർപ്പിക്കുന്നുണ്ട്, സർട്ടൻലി ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ള ഒരു വാഗ്ദത്തം. ഈ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന എല്ലാവരുടെയും അടിസ്ഥാനം വിശ്വാസം എന്ന് പറയുന്നത് അതുതന്നെയാണ്. ഈ ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തൻ, നീയും നടത്തുവാൻ ഈ ദൈവം മതിയായവനാകുന്നു എന്നുള്ള വലിയ ബോധ്യം. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നത് കേൾക്കുവാനും വിശ്വാസത്തിൽ ഒരു പടിയൂടെ ഉറച്ച് മുൻപോട്ട് പോകുവാനും ദൈവം ഏൽപ്പിക്കുന്ന ആ വലിയ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയോടുകൂടെ നിറവേറുവാനും നമ്മുടെ ശുശ്രൂഷകൾ മൂലം ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കുകയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവും ദൈവത്തിനും സകല ബഹുമാനമാക്കും കാലാവസ്ഥാനം കൂടാതെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ വിശ്വാസ സംഗതികളെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവ്, ആകാശവും ഭൂമിയും സൃഷ്ടിയായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ വിശുദ്ധമനാൽ ഭാഗ്യപ്പെട്ട് ജനിച്ച് കുറിച്ചിട്ട് മനുഷ്യടക്കപ്പെട്ടു സ്ഥാനത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവനെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സർവ്വതരായി കയറി സർവ്വശക്തി പിതാവായ ദൈവത്തിൽ ഭാഗത്തിരിക്കുന്നു. അവിടെ അഞ്ചിനുടെയും മരിച്ചവരെയും ഞാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസഭയിലും സംസർഗത്തിലും സാമൂഹത്തിലും പ്രധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് മടക്കാം.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശരിപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം തരണമേ. ഞങ്ങളെ പഠിക്കണമേ. ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യശക്തിയും മഹത്വവും കോസ്റ്റും 8-ാം ആഴ്ചക്കുള്ള പ്രത്യേക അപേക്ഷയും പ്രാർത്ഥനയും. കുഞ്ഞാടുകളെ പരിപാലിക്കുവാൻ ദൈവജനത്തെ നിരന്തരമായി പ്രചോദിപ്പിക്കുന്ന ഇടയശ്രേഷ്ഠനായ ദൈവമേ, സർവ്വലോകവും ക്രിസ്തുവിലുള്ള രൂപാന്തരം അനുഭവിപ്പാൻ നിന്റെ ജനനത്തിൻ്റെ കാവൽക്കാരായ നിന്യ പൗരോഹിത്യ സമൂഹത്തെ ഉന്നതിപ്പെടുത്തണമേ. അതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസ്ഥ കൂടെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നമ്മളെ തന്നെ ദൈവങ്ങളിലെ ഏൽപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവം കൂടി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. രാജ്യത്തെ സമർപ്പിക്കാം. COVID-19 ഭാരപ്പെടുന്ന അനേകരുണ്ട്. കർത്താവേ, വളരെ അധികം വേഗത്തിൽ ഈ രോഗം പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായ കർത്താവേ, ഇതിനൊരു അന്ത്യമുണ്ടാകുവാൻ സ്വർഗം കനിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. സകല ജനങ്ങൾക്ക് മേലും സൗഖ്യം പകർന്നു നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. ശാരീരസ്വസ്ഥകളാലും ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. ഇന്ന് മക്കൾക്കും സൗഖ്യം നൽകുമാറാകണമേ. ആവശ്യത്തിൽ കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശു അനുവിനെയും റീനയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നൽകിയ പൈതലായി സ്തോത്രം ചെയ്യാം. പൈതലിൻ്റെ ആരോഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിപൂർണമായ ആരോഗ്യവും വിടുതലും കർത്താവെ ഇഞ്ച് പൈതലിന് നൽകുമാറാകണമേ. ആവശ്യമായ വൈദ്യ ശുശ്രൂഷ സഹായം ലഭിക്കുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യാം. എൻ്റെ മക്കളെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാടയെ ഓർക്കാം. വലിയ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകരെ ശുശ്രൂഷമാരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെ ഓർക്കാം. സംഘടനകളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോലിയുടെ ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്നവർ, ശമ്പളമില്ലാതെ ഭാരപ്പെടുന്നവരെയൊക്കെ ഓർക്കാം. ഗൾഫിൽ നിന്നൊക്കെ വരാൻ, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുവാൻ ആഗ്രഹിക്കുന്നവർ, ഇവിടുന്ന് തിരികെ ജോലി സ്ഥലത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാ ക്രമീകരണങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിവരങ്ങളിൽ സമർപ്പിക്കാം. ഒരുമിച്ച് ആലയത്തിൽ കടന്നു വരുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ നൽകുമാറാകണമേ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ തന്നെ സ്തോത്ര പ്രാർത്ഥനകളിൽ പൊതുവുള്ള സ്തോത്രം നമുക്ക് ഈ സമയം ചേർന്ന് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലത്തിലെ പിതാവേ, അടിയോടും സകലനശ്വരോടും നിനക്കുള്ള സകലനയ്ക്കായിട്ടും ആദരണയ്ക്കായിട്ടും മനഃപൂർവമായ സ്തോത്രം ചെയ്യും. ഞങ്ങളെ ദൃശ്യനും പരിപാലിക്കുന്നതിനും ന്യായത്തിന് വേണ്ടിയും എല്ലാത്തിനും മേലായ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു മൂലം ലോകത്തെ വീഴ്ത്തുന്ന സ്നേഹത്തിന് വേണ്ടിയും വഴികൾക്ക് വേണ്ടിയും പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മയങ്ങളായി തിരയേണ്ടതിന് നീതിയോടും ഭാഗണമെന്ന് അങ്ങനെയുള്ള അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് പ്രിയപ്പെടുത്തേണ്ടതിന് ബോധപ്പെടണമെന്ന് കർത്താവായ ക്രിസ്തു മൂലം പ്രതീക്ഷിക്കുന്നു. ബഹുമാനം മഹത്വവും കാലാവസ്ഥ ഉണ്ടായിരിക്കട്ടെ.
ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ ഇതിനോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാനും അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മൂലം കൃപ അരുളണമേ. ആമേൻ. നോട്ടീസായിട്ടുള്ള കാര്യങ്ങൾ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഈ ശുശ്രൂഷയിൽ വിവിധ ഭവനങ്ങളായിരുന്നുകൊണ്ട് പങ്കാളികളാകുന്ന എല്ലാവരെയും ഈ ശുശ്രൂഷയുടെ ഭാഗമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്ഥാനത്തിനായും പ്രാർത്ഥനയ്ക്കായും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ക്രമീകരണങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അരുണോടും ലഭിച്ചോടും ജിനുവിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ബേബിഷാനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. വീണ്ടും ഒരു മാസം കൂടെ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തുടർന്നും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ രോഗത്തിന് ഒരു ശമനം ഉണ്ടാകുവാനും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു ദൈവത്തെ ആരാധിക്കുവാനും ഇട നൽകുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കായും സ്തോത്രാർപ്പണങ്ങൾക്കായും ഒക്കെ നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരു മാസം പിറന്നാൾ വിവാഹ വാർഷികം കൊണ്ടാടി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ പുതിയ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കേണ്ടതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ നമ്മുടെ സഭയുടെ നടത്തിപ്പിനായിട്ട് ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. പിറന്നാൾ വിവാഹ സ്തോത്ര ദശാംശ സമർപ്പണത്തിൽ ഒരിക്കലും പിഴവ് വരുവാനോ അല്ലെങ്കിൽ പുറകോട്ട് പോകുവാനോ ഇടയാകരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സഹകരണം അതിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാകുന്നല്ലോ നമ്മുടെ സഭയുടെ കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഉപേക്ഷ കൂടാതെ സഭയുടെ നടത്തിപ്പുകളിൽ സഹകരിക്കുവാൻ, പിറന്നാൾ വിവാഹ സ്തോത്രം ദശാംശ സമർപ്പണം ക്രമമായി തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയായവനായ ദൈവമാണ്. ആ ദൈവം നമ്മെ തുടർന്നും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പരിപാലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇടവകയുടെ കാര്യത്തിൽ കൂടുതൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷയോടും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗീതം 426. ഗീതം 426.
നമ്മളെ തന്നെയും നമ്മുടെ വഴിപാടുകളെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളുമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെ വിതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ഗീതം 328. ഗീതം 328. കഴിഞ്ഞൊരു മാസം ഞങ്ങളെ പരിപാലിച്ചു ഓർത്ത് സ്തോത്രം. തുടർന്ന് മകളുടെ കരങ്ങളിൽ തന്നെ എത്തിക്കുന്നു. പെരുന്നാൾ ആഘോഷിക്കുകയും വിവാഹവാസം കൊണ്ടാടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവമേ, അനുദിനെയും വീണയും കുഞ്ഞിനെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളം കൈയുടെ ഒതുക്കാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. ദൈവമായ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം നാം തന്നെ നമ്മളോട് പുരോഗമിക്കട്ടെ. സമാധാനത്തോടുകൂടെ പോകും. കർത്താവിന്റെ നാമത്തിൽ തന്നെ